മോനെ ചോക്ലേറ്റ് എല്ലാം തീർന്നു, ഇനി ഒരു പീസ് പോലും ബാക്കിയില്ലതേ, കാലി ബോക്സ് ഇതാ എന്ന് പറഞ്ഞ് മോനെ കാണിച്ചു കൊടുത്താലും സാറേ അവനത് വിശ്വസിക്കുന്നില്ല. ഇപ്പം പാല് വേണമെന്ന് പറഞ്ഞ് പാലില്ല മോനെ ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു കൊടുത്താലും അവൻ വിശ്വസിക്കുന്നില്ല, വാശി പിടിക്കുകയാണ്. എൻ്റെ ഡൗട്ട് ഇതാണ് സാറേ, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തത്, അവനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ത്രൈവിലെ പാരൻസ് മീറ്റിങ്ങിൽ ഒരു അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യമാണിത്. അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്, എനിക്കറിയുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് കുട്ടിയല്ലേ, കുട്ടിക്ക് നമ്മൾ ചിന്തിക്കുന്നത്ര ബുദ്ധി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് പാരൻസ് മീറ്റിങ്ങിൽ പാരൻസ് ക്ലാസ്സിൽ എന്നോട് മറുപടി പറയുന്നത്. പക്ഷേ എൻ്റെ ചിന്ത അതല്ല സാറേ, അവൻ പഠിക്കാനൊക്കെ ഓക്കെയാണ്, മൊബൈലിലെ പല കാര്യങ്ങളും എനിക്ക് അവനാണ് കാണിച്ചു തരാറ്. ഞാൻ പുതിയ കാറ് കൊണ്ടുവന്നാൽ അതിൻ്റെ ഫീച്ചർ അവനാണ് മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ ചിന്തിക്കുന്ന കുട്ടി ചില സമയത്ത് അവൻ്റെ ബുദ്ധി എവിടെ പോകുന്നു, ചില കാര്യങ്ങളിൽ മാത്രം എന്തെങ്കിലും വാശി പിടിക്കുന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോടൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ബിസിനസ്സുകാരനാണല്ലോ അല്ലേ, ഈ ക്രിസ്മസ് വരുന്ന സമയത്ത് സ്റ്റാഫിന് ബോണസ് കൊടുക്കണം. ഒരു വർഷം നമ്മുടെ കയ്യിൽ ബോണസ് കൊടുക്കാൻ കാശില്ല, കാരണം ബിസിനസ്സാണ്, സാമ്പത്തിക പ്രതിസന്ധി സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ. അങ്ങനെ കാശില്ലാത്തൊരവസ്ഥ വന്ന സമയത്ത് സ്റ്റാഫിനോട് നിങ്ങൾ പറയാണ് ഈ വർഷം ബോണസ് ഇല്ല, കമ്പനി ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് അത് വിശ്വസിക്കുമോ? നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അവസരം ഫേസ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞുണ്ട് സാറേ, കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് മാർക്കറ്റിംഗ് എക്സ്പെൻസൊക്കെ കഴിഞ്ഞ് ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിയുന്ന സമയത്തേക്ക് കമ്പനി ക്യാഷ് ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആ സമയത്ത് സ്റ്റാഫിന് ബോണസ് കൊടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ ഇവരത് മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് വർഷങ്ങളായി എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോട് ഇത് പറഞ്ഞപ്പോൾ അവരത് ഉൾക്കൊള്ളുന്നില്ല. അവർ പറഞ്ഞു, എല്ലാത്തിനും കാശുണ്ടല്ലോ, മാർക്കറ്റിങ്ങിന് ക്യാഷുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ റിനോവേഷൻ നടത്തുന്നുണ്ട്, നമുക്ക് തരാൻ മാത്രം എന്തേ കാശില്ല എന്ന് അവരെന്നോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ സത്യസന്ധമായ കാര്യമല്ലേ പറഞ്ഞത്, ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് അവർ ഉൾക്കൊള്ളാത്തത്? അതെനിക്കറിയില്ല സാറേ. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ്, നിങ്ങൾ ഒരു സംരംഭ മനോഭാവമുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർ തൊഴിലാളി മനോഭാവമുള്ളവരാണ്, അവർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് ഒരു കുട്ടിക്ക് കുട്ടിയുടെ മനോഭാവം ഉണ്ടാവുക. നാം ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കുട്ടികളുടെ ചിന്ത അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, നാം ചിന്തിക്കുന്നത് പോലെ കുട്ടികൾ ചിന്തിക്കണമെന്നില്ല. വാശി പിടിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ചെയ്താൽ അവരുടെ വാശിയെ നമുക്ക് നിയന്ത്രിക്കാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം.